മുസ്ലിം സമുദായത്തിൽ തന്നെ പോപ്പുലർ ഫ്രണ്ടിനോട് രാഷ്ട്രീയമായിട്ട് എതിർപ്പുള്ള വ്യക്തികൾക്കും വിഭാഗങ്ങൾക്കും ഒക്കെ ആ രീതിയിൽ ചിന്തിക്കാം. ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് കോൺഗ്രസ് കൂട്ടുകൊടുത്തു എന്ന് പറഞ്ഞാൽ അവർ പറയാൻ ഇനി ഒരു ചീത്തയും മലയാളം മഹാനീകണ്ടൂലിയില്ല. അപ്പോഴാണ് ഈറ്റിരിക്കാൻ ചെന്നവളെ ഇരട്ട പറ്റൂ എന്ന് പറഞ്ഞ പോലെ ജമാഅത്തെ ഇസ്ലാമിയെ കുറ്റം പറഞ്ഞുകൊണ്ട് CPM-കാർ പോപ്പുലർ ഫ്രണ്ടിനെ പിന്തുണ സ്വീകരിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ എങ്ങനെയുണ്ട്? അപ്പോൾ ഇത് മതേതര സ്വഭാവമുള്ള വോട്ടർമാർ ഏതെങ്കിലും സ്വീകരിക്കും, അല്ലെങ്കിൽ ഹിന്ദു വിഭാഗത്തിൽ നിന്ന് ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ളവർ എന്ത് നിലയിൽ ഇതിനെ സ്വീകരിക്കും എന്നുള്ളൊരു ചോദ്യമാണ്. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ തെരഞ്ഞെടുപ്പ് വോട്ട് കിട്ടിയ കാലം മുതൽക്ക് സ്ഥിരമായിട്ട് LDF-ന് വോട്ട് ചെയ്യുന്നതാണ്. 1987 മുതൽക്ക് 2009 ഈ നമ്മുടെ അബ്ദുൽ നാസർ മദനിയുമായിട്ട് കൂട്ടുകൂടി ഹുസൈൻ രണ്ടത്താണിയെ നിർത്തി കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ ഏതായാലും ഇപ്പോൾ LDF-നെ ജയിപ്പിക്കാനായിട്ട് മദനിയുണ്ട്, രണ്ടത്താണിയുണ്ട്, അങ്ങനെ പല ആൾക്കാരുണ്ട്. നമ്മളെപ്പോലുള്ളവരുടെ വോട്ട് ഇത്തവണ അവർ പ്രതീക്ഷിച്ചിട്ടില്ല, അവരാഗ്രഹിക്കുന്നില്ല, ആഗ്രഹിക്കുന്നതിൽ തന്നെ അർഹിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ചാലക്കുടി മണ്ഡലത്തിൽ ശ്രീ KP ധനപാലൻ വോട്ട് ചെയ്തു. അദ്ദേഹത്തിൻ്റെ ചിഹ്നം കൈപ്പത്തിയായിരുന്നു. അവസാനം ധനപാലനെ 77,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പാർട്ടിക്ക് ഒരു കാര്യം മനസ്സിലായി, ഞാൻ മാത്രമല്ല എന്നെപ്പോലെ ചിന്തിച്ച വേറെ ആളുകളുണ്ട്. അതുകൊണ്ട് 20-ൽ 16 സീറ്റിലും LDF തോറ്റു, 4 സീറ്റിൽ മാത്രമേ ജയിച്ചു. അത് തന്നെ പറഞ്ഞ ചെറിയ ഭൂരിപക്ഷത്തിലാണ് P കരുണാകരൻ കാസർഗോഡ് ജയിച്ചത്, MB രാജേഷ് പാലക്കാട്ടും, PK ബിജു ആലത്തൂരും, പിന്നെ നമ്മുടെ ഡോക്ടർ A സമ്പത്ത് ഇപ്പോഴത്തെ നമ്മുടെ ആറ്റിങ്ങൽ മണ്ഡലത്തിലും ജയിച്ചത്. അപ്പം ഇതാണ് അതിൻ്റെ ഒരു സാഹചര്യം. അപ്പം ഇത്തവണ അത് തന്നെ ആവർത്തിക്കും, മനസ്സിലായില്ലേ? ഈ തെരഞ്ഞെടുപ്പിലും ഈ പോപ്പുലർ ഫ്രണ്ട് ഉണ്ടല്ലോ ഇപ്പോൾ LDF-നെ ജയിപ്പിക്കും. ഇപ്പോൾ എന്നെ പോലുള്ള ആളുകൾ എന്തിനാ ഇനിയിപ്പോൾ CPM-ന് വോട്ട് ചെയ്യണം? അതിൻ്റെ വല്ല ആവശ്യമുള്ളൂ. നമ്മൾ ഈ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഈ നാട്ടിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ, അല്ലെങ്കിൽ സാമുദായിക പീഡനം കുറഞ്ഞ രീതിയിൽ ഭരണം കൊണ്ടുപോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അഴിമതി കുറവായിരിക്കും, വർഗീയത കുറവായിരിക്കും, കെടുകാര്യസ്ഥത ഉണ്ടാവും, എന്നാൽ പോലും തീരെ അപ്രാപ്തരായിരിക്കില്ല. അതേ സമയത്ത് തന്നെ സാമുദായിക പീഡനം സംഭവിക്കുകയുമില്ല. അതിന് തീർച്ചയായിട്ടും വിലങ്ങുതടി സൃഷ്ടിക്കും എന്ന് ഉറച്ച ബോധ്യമുള്ളതുകൊണ്ടാണ്. ഇപ്പോൾ ആ ബോധ്യമില്ലടേ. ഇടതുപക്ഷത്തിൻ്റെ നൈതികവും ധാർമ്മികവുമായ അടിത്തറയ്ക്ക് വലിയ പ്രഹരമാണ് ഏറ്റിരിക്കുന്നത്. ഇത് മാത്രമല്ല, വേറെ ഒരുപാട് സംഭവങ്ങളുണ്ട്. മുഖ്യമന്ത്രിയുടെ മകളുടെ മാസപ്പടി കേസാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ശബരിമല സ്വർണ്ണക്കൊള്ള, പയ്യന്നൂരിലെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് പുറത്താണ് ഇതുപോലെയുള്ള ഒരു അതിക്രമം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വലിയൊരു വിഭാഗം വോട്ടർമാരെ, ഇപ്പോൾ എൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട അനുഭവമല്ല, ഇതുപോലെ ചിന്തിക്കുന്ന വേറെ ആളുകളുണ്ട്. അവരെ തീർച്ചയായിട്ടും ഇത് പ്രകോപിപ്പിക്കുകയും അത് CPM-ൻ്റെ വലിയ പരാജയത്തിൽ അവസാനിക്കുകയും ചെയ്യും.